പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. അതുമുതൽ തൻ്റെ കരുണയും മനോടും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. എല്ലാവർക്കും ഒരു 5-10 മിനിറ്റ് ഇരിക്കാം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരു വലിയ നോയമ്പിൻ്റെ തീർത്ഥാടന കാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. എല്ലാ വർഷവും ഇതുപോലെ നോയമ്പുകൾ വരും, നമ്മൾ ആചരിക്കും, അത് കടന്നു പോകും. ഈ യാത്രയിൽ എത്രമാത്രം ബാഹ്യമായ ആചരണം നമ്മെ ആന്തരികമായി പരിവർത്തനം ചെയ്യിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടുന്നത്. നോയമ്പ് നോൽക്കുന്നത് എനിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ്. നോയമ്പ് നോൽക്കുന്നത് കൊണ്ട് എൻ്റെ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രീതികരമാണ്. എന്നാൽ ഇവിടെ നടക്കേണ്ടുന്ന പരിവർത്തനം, മാറ്റം എന്ന് പറയുന്നത് ബാഹ്യമായ മാറ്റത്തിൽ നിന്നുമുള്ള ഒരു വ്യതിയാനം ആന്തരികമായ പരിവർത്തനത്തിലൂടെ സ്വായത്തമാക്കി എടുക്കുക എന്നുള്ളതാണ് നോയമ്പ് എന്ന ഈ തീർത്ഥാടനത്തിലൂടെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടുന്നത്. നോയമ്പിലേക്ക് പ്രവേശിക്കുന്നത് ശുഭ്കോനോ ശുശ്രൂഷയിലൂടെയാണ്. അതാണ് ഇന്നിവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, നിരപ്പിൻ്റെ ശുശ്രൂഷ. ആ ശുശ്രൂഷ തന്നെയാണ് കാൽവറിയിൽ ക്രിസ്തു യാഗമായി തീർന്നത്, ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷയാണ്. അതുകൊണ്ട് തന്നെ നിരന്തരമായ ഒരു ആത്മീയമായ യാത്രയും യുദ്ധവും തീർത്ഥാടനവും ഈ നിരപ്പിൻ്റെ ശുശ്രൂഷയുടെ പൂർണ്ണതയിലേക്ക് നമ്മെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടു പോകേണ്ടുന്നതിന് നോയമ്പ് കാലം നിശ്ചയമായിട്ടും നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. യെശയ്യാ പ്രവചനത്തിൻ്റെ 58-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ: ഞാൻ ഇഷ്ടപ്പെടുന്ന ഉപവാസം ഇതല്ലയോ, അന്യായ ബന്ധനങ്ങൾ അഴിച്ചുവിടുക, വിശപ്പുള്ളവന് അപ്പം കൊടുക്കുക. ഇത് പ്രവാചക ശബ്ദമാണ്. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും പല കാരണങ്ങൾ കൊണ്ടും ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അന്യായ ബന്ധനങ്ങൾക്കൊരു വിമോചനം, അതിനെല്ലാം ഒന്ന് തുറന്നു വിടുവാൻ, അതിനോടെല്ലാം ഒരു സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ടോ എന്നുള്ള ഒരു അന്വേഷണവും കൂടി ഈ നോയമ്പിൻ്റെ ആത്മീയ യാത്രയിൽ, അല്ലെങ്കിൽ ആത്മീയ യുദ്ധത്തിൽ, കാരണം തിന്മയോടുള്ള പോരാട്ടത്തിൻ്റെ യുദ്ധമാണ്. തിന്മയ്ക്കെതിരെയുള്ള നന്മയുടെ എല്ലാ അർത്ഥത്തിലുമുള്ളതായ വിജയത്തിൻ്റെ ഒരു പോരാട്ടമാണ്. വൈരാഗ്യം, വെറുപ്പ്, വിദ്വേഷം, പക, ഇതൊക്കെ നമ്മുടെ എല്ലാം കൂടപ്പിറപ്പാണ്. അതിനെക്കുറിച്ചുള്ള ഒരു നൊമ്പരം എന്നിലുണ്ടാകുന്നുണ്ട്. നിനക്ക് നിന്റെ സഹോദരനുള്ള വെറുപ്പ്, നിന്റെ സഹജീവിയോടുള്ളതായ അറപ്പ്, വൈരാഗ്യം, ശത്രുത മനോഭാവം, അഹങ്കാരത്തോടു കൂടിയുള്ള ഞാൻ എന്തൊക്കെയാണെന്നുള്ള ആ ഗരിമ, ഇതിൽ നിന്നൊക്കെ ഒരു സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ നോയമ്പിൻ്റെ അബ്സ്റ്റെയിൻ ചെയ്യുന്ന സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ വസ്തുക്കൾ, അല്ലെങ്കിൽ ചിന്തകൾ, അതിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുന്നതും നമ്മെ മാറ്റിയെടുക്കുന്നതുമാകേണ്ടതാണ്.
നോമ്പ്, ഉപവാസം അതിൻ്റെ പൂർണ്ണാർത്ഥം കൈവരിക്കണമെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞ ഈ കാര്യങ്ങളോടെല്ലാം നമുക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു. നിരപ്പിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശമാണ് അപ്പോസ്തലനായ പൗലോസിൻ്റെ ലേഖനങ്ങളിലൂടെ, അതുപോലെ തന്നെ യോഹന്നാൻ്റെ ലേഖനത്തിലൂടെ, സുവിശേഷ ഭാഗത്തിലൂടെ ഒക്കെ നമ്മോട് പറയുന്നത്. നിരപ്പ് എന്ന് കേൾക്കുമ്പോൾ അത് ഒരു മുട്ടുകുത്തലിൽ മാത്രം ഒതുങ്ങി നിർത്താവുന്നതാണോ? സ്വാഭാവികമായിട്ടും ഈ ശുശ്രൂഷ അതിൻ്റെ പരിസമാപ്തിയിൽ നമ്മൾ നിലത്ത് മുട്ടുകുത്തി നിരപ്പാകുന്ന ഒരു ശുശ്രൂഷയിലേക്കാണ് പ്രവേശിക്കുന്നത്. എന്നാൽ ഈ നിരപ്പ് നിശ്ചയമായിട്ടും നമ്മുടെ തലകളെ കുനിക്കുമ്പോൾ അത് ഹൃദയത്തിലേക്കാണ് ഇറങ്ങി വരേണ്ടുന്നത്. അത് ഹൃദയത്തിലേക്ക് ഇറങ്ങി വരാതെ നിരപ്പുള്ള ഒരു സമതലത്തിൽ നമ്മൾ മുട്ടുമടക്കി കുമ്പിട്ട് നമസ്കരിക്കുന്നതോട് മാത്രം അത് ഹൃദയത്തിൽ സ്പർശിക്കുന്നില്ല എങ്കിൽ കയ്യിൽ തഴമ്പ് വരാൻ, നെറ്റിയിൽ തഴമ്പ് വരാൻ മാത്രമേ അത് ഉപയോഗിക്കൂ. നമ്മുടെ ആൾക്കാർക്ക് അങ്ങനെ നെറ്റിയിൽ തഴമ്പൊന്നും വരാറില്ല. എന്നാൽ മറ്റു ചില സമുദായങ്ങൾക്കൊക്കെ നെറ്റിയിൽ വലിയ തഴമ്പുണ്ടാവും, കയ്യിൽ പക്ഷെ തഴമ്പുണ്ടാവില്ല. അവരുടെ കുമ്പിട്ട് നിസ്കരിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ് നെറ്റിയിലെ തഴമ്പ്. ഈ കയ്യിലെയും നെറ്റിയിലെയും തഴമ്പെല്ലാം നിസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ കുമ്പിട്ട് നമസ്കരിക്കുന്നതിൻ്റെ അടയാളങ്ങളാണ്. ഈ അടയാളപ്പെടുത്തൽ ഇവിടെയും കൂടി ഒന്ന് ചെയ്യാൻ സാധിച്ചെങ്കിൽ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഈ അടയാളപ്പെടുത്തൽ ഹൃദയത്തിലും കൂടി ഒന്ന് ചെയ്യണം. അവിടേക്കാണ് നോയമ്പിൻ്റെ അനുഷ്ഠാനങ്ങൾ കുമ്പിടിയിൽ ഹൃദയത്തിലേക്കുള്ള വാതിൽ തുറക്കാനുള്ള ഒരു അവസരങ്ങളായി നമ്മൾ അതിനെ കണ്ടെത്തണം. യഥാർത്ഥ പ്രാർത്ഥന നിരപ്പാകേണ്ടുന്ന ഹൃദയത്തിന് വേണ്ടിയുള്ളതാണ്. നിരപ്പാകേണ്ടുന്ന ഹൃദയത്തിൻ്റെ നിരപ്പിൻ്റെ ശുശ്രൂഷയാണ് നടക്കേണ്ടുന്നത്. അതിലേക്കുള്ള പ്രാർത്ഥനയാണ് നമ്മൾ നിരന്തരമായി അനുഷ്ഠിക്കേണ്ടുന്നത്. പ്രിയമുള്ള വാത്സല്യ സഹോദരങ്ങളെ, അവഗണന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ആരെയെങ്കിലും ബോധപൂർവമോ അല്ലാതെയോ നമ്മൾ അവഗണിച്ചു പോയിട്ടുണ്ടോ? എൻ്റെ ശരി ഒരു പക്ഷെങ്കിൽ മറ്റുള്ളവർക്ക് ശരിയാകണമെന്നില്ല. എൻ്റെ ശരി ഒരു പക്ഷെങ്കിൽ മറ്റൊരാൾക്ക് വേദന ഉണ്ടായേക്കാം. അവിടെ എൻ്റെ ശരിയെന്ന് കരുതി നമ്മൾ ആ ശരിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അപരനെ ആ ശരി വേദനിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഒരു അന്വേഷണം നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് ക്ഷമയുടെ ആവശ്യം വരുന്നത്. ഒന്ന് ക്ഷമിക്കാൻ, ഒന്ന് പൊറുക്കാൻ പലപ്പോഴും എന്തൊക്കെയോ നമ്മെ തടഞ്ഞു നിർത്തുകയാണ്. അവനാരാണ് അവനോട് ഞാൻ ക്ഷമ ചോദിക്കാൻ? എൻ്റെ ശരി എനിക്ക് എന്നും ശരി തന്നെയാണ്. അവനാണ് തെറ്റ് ചെയ്തത്. എൻ്റെ ശരി അപരനെ വേദനിപ്പിക്കുന്നുണ്ട് എങ്കിൽ അവിടെ ക്ഷമ ചോദിക്കണമെങ്കിൽ നിന്റെ ഹൃദയം നിരപ്പിൻ്റെ ഹൃദയമായി രൂപാന്തരം പ്രാപിച്ചേ മതിയാകൂ. ക്ഷമ ചോദിക്കുവാൻ നമ്മുടെ അഹങ്കാരം സ്വയം നമ്മെ തടയുന്നുണ്ട് എങ്കിൽ അവിടെ നിരപ്പിൻ്റെ ശുശ്രൂഷ, ഹൃദയത്തിൻ്റെ നിരപ്പാകൽ ഒരു അനിവാര്യതയാണ്. നോമ്പ് ആരംഭിക്കുന്ന ദിവസം തന്നെ ചില പ്രായോഗിക തീരുമാനങ്ങൾ എടുക്കുവാൻ നമുക്ക് സാധിക്കുമോ? ക്രിസ്തുവിലുള്ളവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കഴിഞ്ഞു. ഇറ്റ്സ് എ ന്യൂ ബിഗിനിങ്. പരിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതുന്നുണ്ട് 5:17. സ്നേഹമുള്ളവരെ, ഈ നോമ്പിൽ ഞാൻ ആരോടെങ്കിലും ക്ഷമിക്കുമെന്ന് തീരുമാനിക്കാൻ പറ്റുമോ? ആരെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മുടെ ഈ ജീവിതയാത്രയിൽ.
ഒന്ന് തീരുമാനിക്കാമോ? ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്, ഞാൻ ക്ഷമ ചോദിക്കാൻ തയ്യാറാണ്. ആരോടെങ്കിലുമൊക്കെ നമ്മൾ അടുത്ത് വരുമ്പോൾ തിരിഞ്ഞു നടന്നിട്ടുണ്ടോ? ഒരുപക്ഷെങ്കിൽ സ്വന്തം സഹോദരനായിരിക്കാം, ഒരുപക്ഷെങ്കിൽ രക്തത്തിൽ പിറന്ന സഹോദരിയായിരിക്കാം, അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം, മക്കളായിരിക്കാം. സംസാരിക്കാതിരുന്നിട്ടില്ലേ? ബോധപൂർവം ഒഴിവാക്കിയിട്ടില്ലേ? ഉണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് സംസാരിക്കാൻ, അതിന് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറക്കാൻ നമ്മൾ തയ്യാറാണ്. എങ്കിൽ മാത്രമേ ഈ നോയമ്പിൻ്റെ അനുഷ്ഠാനത്തിന് എന്തെങ്കിലും അർത്ഥമുള്ളൂ. അതാണ് ഏറ്റവും വലിയ ഉപവാസം. ക്ഷമിക്കുവാൻ, മറക്കുവാൻ, പൊറുക്കുവാൻ, ചേർത്ത് നിർത്തുവാൻ, സംവദിക്കുവാൻ, അനുരഞ്ജനപ്പെടുവാൻ ഏറ്റവും വലിയ ഉപവാസം. നോമ്പിൽ ഭക്ഷണം മാത്രമല്ല ഉപേക്ഷിക്കേണ്ടുന്നത്. വാക്കുകൾക്ക് വലിയ മൂർച്ചയുണ്ട്. അങ്ങനെ ഒരു വാക്കിൻ്റെ മൂർച്ചയിൽ ഒരു മനുഷ്യൻ ജീവിതം അവസാനിപ്പിച്ചത്. ഒരു സ്ത്രീ എടുത്ത ഒരു വീഡിയോ, അത് വൈറലായി. അദ്ദേഹത്തിന് ആ വേദന താങ്ങാനായില്ല, അദ്ദേഹം ആത്മഹത്യ ചെയ്തു. പലപ്പോഴും മുറിപ്പെടുത്തുന്ന വാക്കുകൾ അവരൻ്റെ ജീവൻ പോലും എടുക്കുന്ന അവസ്ഥയിലേക്ക് പോയിട്ടില്ലേ? വാക്കുകൾ പലപ്പോഴും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്തതാണ്. നമ്മൾ മറ്റുള്ളവരെ കുറിച്ചുള്ള ഭാഷകൾ, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധാലുക്കളാവണം. ഭക്ഷണം മാത്രമല്ല ഉപേക്ഷിക്കേണ്ടുന്നത്. കാഠിന്യമുള്ള വാക്കുകൾ, അവരെന്നെ അപഹസിക്കുന്ന വാക്കുകൾ, അവരെന്നെ ചെറുതാക്കുന്ന വാക്കുകൾ, സഹോദരനെ ഇല്ലായ്മ ചെയ്യുന്ന വാക്കുകൾ, സഹോദരിയെ, മക്കളെ, അതുപോലെ സഹജീവികളെ, അതിൽ നിന്നെല്ലാം നമുക്ക് ഒന്ന് അബ്സ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ നോയമ്പിന് കൂടുതൽ അർത്ഥതലങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് ഒന്ന് പോസ് ചെയ്യാൻ സാധിക്കുമോ? പലപ്പോഴും നമ്മുടെ മാനസികമായ സന്തുലിതാവസ്ഥ ചിലപ്പോൾ തെറ്റിപ്പോകും. ആ മനസ്സിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമ്പോഴാണ് ഒരുമാതിരി ഭ്രാന്ത് നമുക്കൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മൾ മുഖം മാറും, കണ്ണുകളുടെ ആ ഒരു നോട്ടത്തിൻ്റെ സ്വഭാവം മാറും, ഭാവം മാറും, ശബ്ദം മാറും, വലിയ ഒച്ചപ്പാടൊക്കെ ഉണ്ടാകും. വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നതിന് മുമ്പ് ഒന്ന് മൗനം പാലിക്കുവാനുള്ളതായ ശ്രമം നമുക്ക് നടത്താൻ സാധിക്കുമോ? ഇന്നിവിടെ പള്ളിയിൽ നമ്മൾ ശുഭക്കോന ശുശ്രൂഷ നടത്തുന്നു. ഇത് കുടുംബത്തിലിരുന്ന് ഈ ശുഭക്കോന ശുശ്രൂഷ പങ്കെടുക്കുന്ന JC ന്യൂസ് വഴിയോ അല്ലാതെയോ ഒക്കെയുള്ള അനേകം ആളുകൾ ഉണ്ടാകാം. നമുക്ക് നമ്മുടെ കുടുംബത്തിലൊരു ശുഭക്കോനം ആയാലോ? ഇതിവിടെ മാത്രം നടത്തേണ്ട ഒരു ശുശ്രൂഷയല്ല. ലെറ്റ് ഇറ്റ് ബി ഇൻ അവർ ഹൗസ്, ഇൻ അവർ ഓൺ ഹൗസ്. എല്ലാം ആരംഭിക്കേണ്ടത് വീട്ടിലാണ്. തുടക്കം അവിടെ നിന്ന് തന്നെയാണ്. പള്ളിയിൽ ശുഭക്കോനം നടത്തിയിട്ട് വീട്ടിൽ കലഹത്തിന്റെ കാഹളമാണെങ്കിൽ എന്ത് ശുഭക്കോനം? ശരിയല്ലേ? ശുഭക്കോനോ വീട്ടിലും ആരംഭിക്കണം. ഇന്ന് തുടങ്ങണം. നോമ്പാരംഭിക്കുന്ന ആദ്യ ദിവസം രാത്രി അപ്പനും മക്കളും കൊച്ചുമക്കളും പറ്റുമെങ്കിൽ സഹോദരങ്ങളും ഒന്ന് ഒരുമിച്ചിരുന്ന് രാത്രി ഒരു കുടുംബ പ്രാർത്ഥന, അതിൽ പരസ്പരം ക്ഷമ ചോദിക്കുവാൻ തയ്യാറാണോ? തയ്യാറാകണം. അതാണ് യഥാർത്ഥ ശുഭക്കോനം. ഇവിടെ നിന്നും ഇത് കൂട്ടിക്കൊണ്ടു പോകണം. കുട്ടികളുടെ മുന്നിൽ തന്നെ പറയുക, മക്കളെ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് പറയുക, മോനെ, മോളെ, അപ്പനും അമ്മയ്ക്കും തെറ്റുപറ്റി, ഒന്ന് സമ്മതിച്ചു കൊടുക്കാമോ? അപ്പോൾ ആ കുഞ്ഞുങ്ങൾ പറയും, അപ്പാ, അമ്മ, ഞങ്ങൾക്ക് വീഴ്ച പറ്റി, ഞങ്ങൾ തെറ്റിപ്പോയി, പൊറുക്കണം, ക്ഷമിക്കണം. മക്കളും പറയും. അങ്ങനെ ഒരു കുടുംബാന്തരീക്ഷം ഒന്ന് വിഭാവനം ചെയ്യാൻ സാധിക്കുമോ? തെറ്റിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന, അബദ്ധസഞ്ചാരം നടത്തുന്ന അനേകരുണ്ടെന്ന്
ഒന്ന് തിരിച്ചു കൊണ്ടുവരുവാൻ, ഒരു തിരിച്ചറിവിന്, ഒരു പുനർവായനയ്ക്ക്, വിചിന്തനത്തിന്, പരിവർത്തനത്തിന് നമ്മുടെ കുടുംബങ്ങളിൽ ശുഭകോണം. ശുദ്ധമതായുടെ സുവിശേഷം 6:14. നിങ്ങൾ മനുഷ്യരുടെ തെറ്റുകൾ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവും നിങ്ങളോട് ക്ഷമിക്കും. വീണ്ടും ക്ഷമിക്കാൻ തയ്യാറുണ്ടോ എന്നുള്ള ചോദ്യമാണ് അവിടെ ആവർത്തിക്കപ്പെടുന്നത്. പഴയ പരാജയങ്ങളോർത്ത് നോമ്പിൻ്റെ മുഴുവൻ ആത്മദുഃഖത്തിൽ നാം കഴിയേണ്ടുന്നവരാണ്? ഒരിക്കലുമല്ല. ശുഭകോനോ നമ്മോട് പറയുന്നു, പഴയതിൽ നിന്നും നമുക്ക് പലതും പഠിക്കാനുണ്ട്. അവിടെ ആ അനുഭവത്തിൽ കുടുങ്ങിക്കിടക്കാതെ അതിൽ നിന്നുമുള്ളൊരു മോചനം, ആ മോചനത്തിന് വേണ്ടിയാണ് നമ്മൾ ദൈവസന്നിധിയിൽ നോമ്പോടും പ്രാർത്ഥനയോടും ജാഗരണത്തോടും കൂടി പ്രാർത്ഥിക്കേണ്ടുന്നത്. നോമ്പ് എന്ന് വെച്ചാൽ ഉപവാസവും പ്ലസ് സ്നേഹവുമാണ്. നോമ്പ് എന്ന് പറയുന്നത് ഭക്ഷണ ക്രമീകരണത്തിലും പ്രാർത്ഥനയിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അത് ഉപവാസം പ്ലസ് പ്രാർത്ഥനയാണ്, പ്ലസ് സ്നേഹമാണ്. ഭക്ഷണം കുറച്ചു, പക്ഷേ സ്നേഹം അവിടെ കൂടിയില്ലെങ്കിൽ എന്താ പ്രയോജനം? ഭക്ഷണം കുറച്ചിട്ട് സ്നേഹവും കുറഞ്ഞു പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ അനുഷ്ഠിക്കുന്നത് ഡയറ്റിംഗ് മാത്രമാണ്, ഭക്ഷണത്തിലുള്ള ക്രമീകരണം. ഇറ്റ്സ് ജസ്റ്റ് എ ഡയറ്റ്, നത്തിങ് മോർ ദാൻ ഈസ് ഹാപ്പനിങ്, അല്ലേ? ഭക്ഷണം കുറയ്ക്കുമ്പോൾ സ്നേഹം കൂട്ടാൻ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും? ഒരു ദിവസം ആവറേജ് ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന മത്സ്യം, മാംസം, പുകവലിക്കുന്ന അപ്പനാണെങ്കിൽ പുകവലിയുടെ, മദ്യപിക്കുന്ന ആളാണെങ്കിൽ അതിൻ്റെ പൈസയെല്ലാം ഒന്ന് കൂട്ടി നോക്കും. എന്നിട്ട് ലളിതമായ ഭക്ഷണം ഈ നോയമ്പ് കാലത്ത് കഴിക്കും. അതിൽ നിന്നും നിങ്ങൾക്ക് സമാഹരിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശക്കുന്ന ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ സാധിച്ചാൽ, വാർദ്ധക്യത്തിലായി അവശതയിലായിരിക്കുന്ന ആരോരുമില്ലാത്ത ഒരു മനുഷ്യനെ, ഒരു കുടുംബത്തെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ ഒന്ന് പോയി അവരോടൊപ്പം ഒന്ന് സംവദിച്ച് സ്നേഹവും വർത്തമാനവും ഒക്കെ പറഞ്ഞ് പലഹാരങ്ങളൊക്കെ കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഒന്ന് ചെയ്യാൻ സാധിക്കുമോ ഈ നോയമ്പ് കാലത്ത്? പ്രായോഗികമായി നോയമ്പിൻ്റെ തലങ്ങളിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കണം. ഇവയൊന്നുമില്ലാതെ ശുഭകോനോ പൂർണ്ണമാകത്തില്ല. സമാധാനത്തിൻ്റെ ഹൃദയം നമുക്കുണ്ടാകണമെങ്കിൽ ശുഭകോനോയിലൂടെ ഈ ദൃശ്യകാര്യങ്ങളിലെ പ്രായോഗിക തലങ്ങളിലൂടെ നമുക്ക് സഞ്ചരിച്ചേ മതിയാകും. നോമ്പിൻ്റെ യാത്ര, അതിൽ തുടക്കത്തിലുള്ള ഈ തീഷ്ണത, അത് ഈ യാത്രയിൽ എവിടെയെങ്കിലും വെച്ച് ചോർന്നു പോകുന്നുണ്ടോ എന്നുള്ളൊരു അന്വേഷണം. യോവേൽ പ്രവാചനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 12ഉം 13ഉം വാക്യങ്ങൾ: എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവിൻ, നിങ്ങളുടെ ഹൃദയം കീറുവിൻ, വസ്ത്രങ്ങളല്ല. വീണ്ടും നമ്മുടെ ഹൃദയത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവിൻ, നിങ്ങളുടെ ഹൃദയം കീറുവിൻ, വസ്ത്രങ്ങളല്ല. പ്രിയമുള്ളവരെ, ലക്ഷ്യം നല്ലതാകുമ്പോൾ, തെറ്റായ തുടക്കമുള്ള യാത്ര തെറ്റായ തുടക്കമാകുമ്പോൾ, ലക്ഷ്യം എത്ര നല്ലതായാലും അത് ചെന്ന് വീഴുന്നത് വലിയ ഒരു പരാജയത്തിലേക്കായിരിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നോമ്പ് ശരീരത്തിൻ്റെ നിയന്ത്രണം മാത്രമല്ല, ഹൃദയത്തിൻ്റെ പുതുക്കലാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ മനുഷ്യരുടെ തെറ്റുകൾ ക്ഷമിച്ചാൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവും നിങ്ങളോട് ക്ഷമിക്കും. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 6:14. അതിനാൽ ഈ നോമ്പ് കാലത്ത് ദൈവത്തോട് നമ്മൾ ക്ഷമ ചോദിക്കുന്നത് പോലെ തന്നെ പരസ്പരം ക്ഷമിക്കുവാനുള്ളതായ മനസ്സും നമുക്കുണ്ടാകണം. ഇന്നത്തെ ലോകം വിഭജനം, വിരോധം, അസഹിഷ്ണുത,
ഇതെല്ലാം കൊണ്ട് എല്ലാ അർത്ഥത്തിലും വലിയ മാറ്റം സൃഷ്ടിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സമാധാനത്തിൻ്റെ സാക്ഷികളാകുവാനുള്ളതായ പോരാട്ടമാണ് ഈ നൊയമ്പ് കാലം. വിനയത്തിലേക്കും പരസ്പരം ക്ഷമിക്കുന്നതിനും യഥാർത്ഥ സമാധാനത്തിലേക്കും നയിക്കുവാൻ ഈ അനുഗ്രഹീത നൊയമ്പ് കാലം നമുക്ക് അനുരഞ്ജനത്തിൻ്റെ കാലമായി നമ്മെ അതിനെ പാകപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തീർത്ഥാടനത്തിൽ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിങ്ങൾക്ക് ഈ യാത്ര തുടരുവാൻ, അതിൽ ഫലം കാണുവാൻ, ഫലമുളവാകുവാൻ നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ വിനയത്തോടുകൂടിയ പ്രാർത്ഥനയും പ്രകടമാകുന്ന എല്ലാ ബാഹ്യമായിട്ടുള്ള ചടങ്ങുകളും ആചാരങ്ങളുമൊക്കെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങൾ വിശുദ്ധീകരിക്കുവാൻ, അവിടെ ഒരു അനുരഞ്ജനമുണ്ടാകുവാൻ, ഹൃദയവിശാലതയോടുകൂടി മുന്നോട്ടുള്ള ജീവിത വഴികളെ ക്രമപ്പെടുത്തുവാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടുകൂടിയും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ.